ഈ അടുത്ത കാലത്ത് കത്തോലിക്ക സഭയുടെ പ്രധാന ആളാണല്ലോ പോപ്പ് മരിച്ചു. ഏതാണ്ട് 8 ദിവസം ദുഃഖാചരണം ഇപ്പോഴും ഉണ്ട്. എന്നാലും അത് എല്ലാ ദിവസവും കാണുകയല്ല. അതിന് മുമ്പ് മരിച്ചാണെന്നല്ലോ ജോൺ പോൾ രണ്ടാമൻ. എന്നും ഓർക്കുവോ? അവർക്കാണ് എന്നും ഓർക്കാൻ വേറെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് തന്നെ ഓർത്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? നമ്മുടെ സഭയുടെ നേതാവ് മരിച്ചെന്ന് ഓർക്കുകയാണോ? മരിച്ചത് നന്നായി എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ആയാലും പോയി കിട്ടിയല്ലോ. യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ വിശേഷത ഒന്ന്, തിരുവെടുത്ത് പറഞ്ഞതുപോലെ മരിച്ചത്. 2, ഈ മരണത്തെ പറ്റി എന്നും പറയല്ലേ. വിശേഷിച്ച് ഇങ്ങനെയുള്ള സുവിശേഷ സ്റ്റേജുകളിലെല്ലാം മറ്റാരുടെ മരണത്തെ പറ്റിയാ ഇതുപോലെ എന്നും പറയുന്നേ? എന്നുമാണോ? എല്ലായിടത്തും. ഞാൻ ഒന്നുകൂടെ കടത്തി പറയാം, അവിടുത്തെ തിരുമരണത്തെ ഓർക്കാത്ത ഒരാഴ്ചയുണ്ടോ? ഒരാഴ്ചയുണ്ടോ? ഞായറാഴ്ച നമ്മൾ ആരാധനയ്ക്ക് അങ്ങോട്ട് ചെല്ലുമ്പം ഒരുക്കി വെച്ചിരിക്കുക എന്താ? തിരുമേശ. ചിലയിടങ്ങളിലൊക്കെ വെള്ള തുണിയിട്ട് മൂടി, അതിൽ വളരെ തിരുമേശയൊക്കെ നടത്തുമ്പോൾ ശ്രദ്ധിക്കണം. ചില ഒക്കുന്നത് പോലെ ഇട്ട് ഒപ്പിക്കുന്ന കാണാം. ഒരിക്കൽ അപ്പം നുറുക്കിയപ്പോൾ ഒരുത്തൻ ചോദിച്ചു, സാധനം കിട്ടിയോ എന്ന്. വെളിവില്ലാത്ത ഒത്തിരി എണ്ണം ഉണ്ട്. വിരിച്ചൊരുക്കിയ വന്മാളിക, അവിടെ പെസക, അതിനോട് ചേർത്ത ഈ കർമ്മം സ്ഥാപിച്ചത്. വിരിച്ചൊരുക്കണം. അപ്പൊ നമുക്ക് ആ ഭാഗം അങ്ങ് വിട്ടേക്കാം. എല്ലാ ഞായറാഴ്ചയും അങ്ങോട്ട് കയറി ചെല്ലുമ്പോ കാണുകല്ലേ, ഭക്തരുടെ യോഗം എനിക്കിമ്പം, അതാൽ ശക്തിയേറും ദൈവത്തിൻ കുടുംബം. ഭക്തരുടെ യോഗം എനിക്കിമ്പം, അതു ശക്തിയേറും ദൈവത്തിൻ കുടുംബം. അതിൽ കർത്തൃമേശയോടാണ്ടേയും നേരമുൾ പാടാൻ എടുത്ത് പാടാൻ മേല. അപ്പം കർത്തൃമേശ ഒരുക്കി വച്ചിരിക്കുക. കേറി ചെല്ലുമ്പം ഇത് കാണുക. അല്ല, ഉപദേശം അവിടെ നിൽക്കട്ടെ. ഏത് പള്ളിയിലാ കർത്താവിന്റെ കഷ്ടാനുഭവം ഓർക്കാത്ത ഞായറാഴ്ച? മഹത്വം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ വിശേഷത ഒന്ന്, തിരുവെടുത്ത് പറഞ്ഞതുപോലെ മരിച്ചത്, തോന്നിയതുപോലെ മരിച്ചതല്ല. സ്തോത്രം. 2, ഈ മരണം എല്ലായിടത്തും പ്രസംഗിക്കുകയാണ്. ലോകത്തിൽ എല്ലായിടത്തും ഈ മരണമാണ് പ്രസംഗം. അമേരിക്ക രാജ്യങ്ങളിൽ എന്ന് വേണ്ട, മനുഷ്യൻ എവിടൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഇത് പ്രസംഗിക്കുക. ഈ മരണം വിശേഷപ്പെട്ട മരണമാണ്. ഈ മരണത്തെ ഓർക്കാത്ത ഒറ്റയാഴ്ചയുണ്ടോ? എന്തിനാ ഒറ്റയാഴ്ച? എല്ലാ ദിവസവും ഓർക്കുമല്ലോ. എന്റെ അനുഭവം പറയാം. രാവിലെ എഴുന്നേറ്റ് സ്തോത്രം ചെയ്യുമ്പോഴേ നമ്മൾ പറയും, കർത്താവേ അവിടുന്ന് മരിച്ചത് കൊണ്ട്. അടുത്തത്, ഈ മരണത്തിന്റെ വേറൊരു വിശേഷത, എല്ലാവരും മരിച്ചത് കേൾക്കുമ്പോ നമുക്ക് സങ്കടവും ദുഃഖം. അയ്യോ അല്ലേ? നമ്മുടെ വടക്കയിലെ പാപ്പച്ചൻ മരിച്ചു. അയ്യോ എന്റെ ദൈവമേ. നമ്മുടെ സഭയിലെ സാലി സഹോദരി മരിച്ചു. അയ്യോ. എപ്പം? ഇതല്ലേ പറയാന്. നമ്മുടെ പാസ്റ്റർ മരിച്ചു. അയ്യോ. അങ്ങനെ പറയാന്. എന്നാ യേശുക്രിസ്തു മരിച്ചതിന് സ്തോത്രം ചെയ്യുക. അവിടുന്ന് മരിച്ചതിനാല് നമ്മുടെ ആൾക്കാർ മരിക്കുമ്പോ അങ്ങനെയാണോ? ഭാര്യ മരിച്ചു, സ്തോത്രം സ്തോത്രം സ്തോത്രം, അങ്ങനെയാണോ? ഭർത്താവ് മരിച്ചു, സ്തോത്രം സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, പോയല്ലോ.
അലോഗ്യം ഉണ്ടെങ്കിലും അഭിപ്രായ വ്യത്യാസം ആന്നതിലും ദുഃഖമാ, ഇല്ലേ? പക്ഷെ യേശുക്രിസ്തു മരിച്ചതിനെ പറ്റി എല്ലാവരും ഇവിടെ നിന്ന് പറയുന്നത് സ്തോത്രം. ഈ മരണം വിശേഷപ്പെട്ട മരണമാണ്. വേറെ ആരുടെ മരണത്തിനാണ് നമ്മൾ സ്തോത്രം ചെയ്യുന്നത്? മരണം കൊണ്ടന്റെ വന്നരകം നീ അകറ്റി, നിൻ മരണം കൊണ്ടന്റെ, ചേർന്ന് പാട്, വന്നരം എന്താലം കാഴിപ്പാൻ കൃപ ചെയ്യണമേ, എന്താലം കാഴിപ്പാൻ കൃപ ചെയ്യണമേ. ഓ ദേവേശ യേശുപര ജീവനെ നീയായി വെടി. ഓ ദേവേശ യേശുപര ജീവനെ നീയായി വെടിഞ്ഞു. ജീവനത്തെ പാപികൾക്ക് നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചോ, നിത്യജീവൻ കൊടുപ്പാൻ നീ മരിച്ചോ, നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചോ, നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചോ. കരമുയർത്തി സ്തോത്രം ചെയ്യ. അവിടുന്ന് മരിച്ചതിനാൽ സ്തോത്രം. വേറെ ആര് മരിച്ചത് കേൾക്കുമ്പോ സ്തോത്രം ചെയ്യത്തില്ല. യേശുക്രിസ്തുവിന്റെ മരണത്തിന് നമ്മൾ സ്തോത്രം ചെയ്യുക. ഈ മരണം വിലയേറിയ മരണമാണ്. ഒന്ന്, തിരുവെടുത്ത് പറഞ്ഞതുപോലെ മരിച്ചത്. രണ്ട്, ഈ മരണം ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുക. മൂന്ന്, എല്ലാ ആഴ്ചയിലും മരണത്തെ പറ്റിയാ പ്രസ്താവിക്കുന്നത്. എല്ലാ ദിവസവും ഈ മരണത്തെ പറ്റിയാ പറയുന്നത്. സ്തോത്രം. നാല്, ഈ മരണത്തെ ഓർത്ത് നമ്മൾ സ്തോത്രം ചെയ്യുക. ദൈവത്തിന് മഹത്വം. അവിടുത്തെ മരണം വിലയേറിയ മരണമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മാത്രമല്ല അവിടുത്തെ മരണത്തിന് വിശേഷത, ഒന്ന്, മരിക്കാനായിട്ടാ വന്നേ, അവിടുന്ന് തന്നെ പറഞ്ഞു. രണ്ട്, എവിടെ വെച്ച് മരിക്കുമെന്നും പറഞ്ഞു. നമുക്ക് വല്ലതും അങ്ങനെ പറയാൻ പറ്റുമോ? ഞാൻ പാറശാലയെ വെച്ചേ മരിക്കുള്ളൂ പറയാൻ പറ്റുമോ? കൊള്ളാം, ഒന്നും പറയാനൊക്കത്തില്ല. ഞാൻ കാനഡയിൽ ചെന്നേ മരിക്കുന്നുള്ളൂ അങ്ങനെ പറയാൻ പറ്റുമോ? ഒന്നും നോക്കത്തില്ല. യേശുക്രിസ്തു വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു എവിടെ മരിക്കും, എങ്ങനെ മരിക്കും, ഏത് വിധത്തിൽ മരിക്കും, ആരാ കൊല്ലുന്നത്, മരിച്ചു കഴിഞ്ഞ് എന്തോ നടക്കും, ഇതെല്ലാം ക്ലിയർ ആക്കിയ. ഈയിടെ ഞാൻ ഒരാൾ ചോദിച്ചു എന്തോ ഉണ്ട്. ഓ, ഇങ്ങനെ പോകുന്നു, തട്ടിയും ഉന്തിയും. ആ, ഇനി കുറെ നാൾ കൂടെ കാണും. ആ, എങ്ങനെ ആ ചാകുന്നെന്ന് ആര്? പിന്നെ ഒന്നേ ഉള്ളു, അധികം കിടക്കാതെ എന്തായാലും ചാകുമ്പോ കിടന്നേ നോക്കുള്ളൂ. കാരണം ഒന്നേ താഴെ വീടും. കിടക്കാതെ അങ്ങനെ ചാകുന്നു. നിന്നോണ്ട് ആരാ? അങ്ങനെ ആരെങ്കിലും ചത്തിട്ടുണ്ടോ? നിന്നോണ്ട്? എനിക്കറിയത്തില്ല. എന്തായാലും കിടക്കണം. കട്ടിൽ കിടക്കയിൽ വെച്ചോ അയ്യോ സോദര, വീട്ടിൽ വസിച്ചിടുമ്പോഴോ. കട്ടിൽ കിടക്കയിൽ വെച്ചോ അയ്യോ സോദര, വീട്ടിൽ വസിച്ചിടുമ്പോഴോ. കാടുമലകളിലോ റോഡു തെരുക്കളിലോ, കാടുമലകളിലോ റോഡു തെരുക്കളിലോ കൂട്ടുകാർ ചേർന്നു വഴി യാത്ര
യാത്രകൾ ചെയ്യുമ്പോഴോ കൂട്ടുകാർ ചേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോഴോ എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന കയ്യിലെന്തോ കഷ്ടമേ. വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ കള്ളക്കേസിനു പോകും കച്ചേരി തിണ്ണയിലോ കള്ളക്കേസിനു പോകും ചേരി തിണ്ണയിലോ എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന കയ്യിലെന്തോ കഷ്ടമേ. ഓ എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്നതോർ കയ്യിലെന്തോ കഷ്ടമേ. വാളിനാൽ വെട്ടുകൊണ്ടിട്ടോ വല്ലാത്തതായ വ്യാധികൾ വന്ന് കൂടിട്ടോ വാളിനാൽ വെട്ടുകൊണ്ടിട്ടോ വല്ലാത്തതായ വ്യാധികൾ വന്നു വെട്ടിട്ടോ പെട്ടെന്നുള്ള മരണം ഹൃദയരോഗങ്ങളാലോ പെട്ടെന്നുള്ള മരണം ഹൃദയരോഗങ്ങളാലോ ഓ സർപ്പവിഷമേറ്റിട്ടോ വൈദ്യന്റെ വീട്ടിൽ വെച്ചോ സർപ്പവിഷമേറ്റിട്ടോ വൈദ്യന്റെ വീട്ടിൽ വെച്ചോ എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന കയ്യിലെന്തോ കഷ്ടമേ. രാത്രി എനിക്ക് ഓർമ്മിപ്പാനുള്ള പ്രധാന സന്തോഷത്തിൽ പ്രധാനമായിട്ട് ഒരു കാര്യം മരണം നിന്നെ പിടികൂടുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി മരിച്ച യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നസറായനാകുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ഇന്ന് രാത്രി യേശു നിനക്ക് വേണ്ടിയാ മരിച്ചത്. അപ്പൊ കർത്താവ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞേച്ചാ മരിക്കാൻ വന്നു. ചില ദിവസം കഴിയുമ്പോൾ മരിക്കും. എവിടെ വെച്ച് മരിക്കും, എങ്ങനെ മരിക്കും, ഏത് വിധത്തിൽ മരിക്കും, ഊഹാപോഹമൊന്നുമല്ല. ഇനി നിങ്ങൾ ആ ഭാഗം പഠിച്ചാൽ കർത്താവിന്റെ തിരുമരണത്തെ പറ്റി അവിടുന്ന് പ്രസ്താവിച്ചെടുത്തതെല്ലാം മരിച്ചു എന്ന് പറഞ്ഞ് നിർത്തുകയല്ല, ചേർത്ത് പറഞ്ഞിട്ട് ഉയർത്തു വന്നു. മോളെ ആ മുമ്പേ വായിച്ച വാക്യം 8:31 വായിച്ചേ. മർക്കോസ് 8:31 പെട്ടെന്ന് വായിരും. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന്. മതി മതി. കൊല്ലുകയും എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ? വായിച്ചേ കൊച്ചേ. തള്ളിക്കളഞ്ഞ് കൊല്ലുകയും എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ? ഇല്ല, ചേർത്താ പറഞ്ഞത്. കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട്. അതാ കൊല്ലുകയും കുത്തില്ല. കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് ഇതുപോലെ മരിച്ച ആരുണ്ട്? മത്തായി സുവിശേഷം 16:21 മുമ്പേ വായിച്ചേ. അന്ന് മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ എന്നിവർ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ കൊല്ലപ്പെടുകയും കുത്തുണ്ടോ? ഇല്ല, കൊല്ലപ്പെടുകയും 3-ാം നാൾ ചേർത്താ പറഞ്ഞേക്കുന്നത്. കൊല്ലപ്പെടുകയും മൗനം ആചരിക്കാം. അങ്ങനല്ലേ എല്ലാവരുടെയും മരണത്തിലെ കൊല്ലപ്പെട്ടു. ചേർത്ത് വായിക്കുമോളോ?
പലതും സഹിച്ച് കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും മിടുക്കി, വേണം. അങ്ങനെ വായിച്ചു തരേണ്ടത്. ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൊല്ലപ്പെടുകയും ഉയർക്കുകയും ചെയ്യും. അവിടുത്തെ തിരുമരണത്തെ പറ്റി പ്രസ്താവിച്ചെടുത്തല്ല അങ്ങനെ പറഞ്ഞേക്കുന്നത്. ഇതുപോലെ പറഞ്ഞ് മരിച്ച ആരുണ്ട്? ഒന്നും പറഞ്ഞില്ലല്ലോ യാഗം നേരത്ത്. നമ്മൾ ചോദിക്കില്ല എങ്ങനെ ആകട്ടെ, വല്ലതും പറഞ്ഞോ? പറയാൻ ഇങ്ങനെ വാ പൊളിച്ചെന്ന. പിന്നെ അടുത്ത് നിന്ന് ചാണ്ടി കയറി, എന്നിട്ടും പല്ല് പൊങ്ങിയായിരുന്നു. നാളെ ഒരാൾ പറഞ്ഞ് കണ്ണിക്കൂടാ പോയെന്ന്. ഇനി മൂക്കിന് 2 തുള തന്നേക്കുന്ന എന്തിനാ? ഇതൊക്കെ പോകേണ്ട സ്ഥലത്തൂടെ ഓരോന്നും പോകേണ്ട സ്ഥലങ്ങളുണ്ട്. അതെല്ലാം അങ്ങനെ തന്നെ വേണം. മൂക്കിന് ദ്വാരം തന്നേക്കുന്ന അങ്ങനല്ലേ? ഇനി പുള്ളി പറയാ കണ്ണിക്കൂടാ പോയെന്ന്. ഇവിടെ ഓരോരുത്തരും മരിച്ചതൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. യേശു മരിച്ചപ്പോ എല്ലാം പറഞ്ഞേച്ചാ മരിച്ചേ. ജീവൻ പോകുന്ന സമയത്ത് എന്തോ കർത്താവിന്റെ മരണത്തിന്റെ മാതൃക. ഞാൻ എടുത്ത വാക്യം നാളെ പറയാം. ഇപ്പൊ തന്നെ പറഞ്ഞു, നാളെ പറയാം. നാളെ ഉണ്ടല്ലോ. പിന്നെ ഇന്നിപ്പോ ഇങ്ങനെ സമയം ഒന്നും ഞാൻ 2 വരെയല്ലാതെ അപ്പൊ ശ്രദ്ധിക്കുക, അവിടുത്തെ മരണം നിങ്ങൾ 2 പേരും പറഞ്ഞു. എന്തുവാ 9:15 2 പേര് സമയം. അതാണ് പറഞ്ഞത്. എനിക്ക് ദോഷമൊന്നും അല്ല. അവിടുത്തെ മരണത്തിന്റെ വിശേഷത നിങ്ങൾ ഈ വേറെ പുസ്തകം പഠിച്ചേ. ആദ്യത്തെ 4 സുവിശേഷമാണ്. ഇവിടെ ആദരണീയ കർത്തദാസന്മാരൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് സന്തോഷമായി. ഇവര് വളരെ ആസ്വദിച്ചിരിക്കാന്ന് എനിക്കറിയാം. എനിക്ക് കാണുമ്പോൾ അറിയാം. എനിക്ക് ഉഴപ്പുന്നവരെ കണ്ടാലും അറിയാം, ഉൾക്കൊള്ളുന്നവരെ കണ്ടാലും പിന്നെ എനിക്കറിയാം. അപ്പൊ ശ്രദ്ധിക്കുക, കർത്താവ് അവിടുത്തെ തിരുമരണത്തിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷമുണ്ട്. ഈ മരണത്തിന്റെ വിശേഷത ഈ 4 സുവിശേഷത്തിൽ 2 സുവിശേഷകന്മാരെ ക്രിസ്തുയേശുവിന്റെ ജനനത്തെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. മത്തായി, ലൂക്കോസും. ക്രിസ്തുയേശുവിന്റെ ജനനത്തെ പറ്റി 2 പേരെ പറഞ്ഞിട്ടുള്ളൂ. മർക്കോസും യോഹന്നാനും ജനനത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. മത്തായി ക്രിസ്തുയേശുവിന്റെ തിരുപ്പിറവിയോട് സംബന്ധിച്ച് ഗബ്രിയേൽ മാലാഖ മറിയത്തിന്റെ അടുക്ക വന്നത് മുതൽ പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് കുറച്ചുകൂടെ ചരിത്രം നന്നായിട്ട് പറഞ്ഞു. ആദ്യം മുതൽ കേട്ട സാക്ഷികളും വചനത്തിലെ ശുശ്രൂഷകന്മാരുമായി നമ്മെ പരിമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചരിത്രം ചുമപ്പാൻ പലരും തുനിഞ്ഞിരിക്കുകൊണ്ട് നിനക്ക് ലഭിച്ച വാർത്തകളുടെ നിശ്ചയം എന്നെന്ന് അറിയേണ്ടതിന് ക്രമമായി. അങ്ങനല്ലേ മോളെ വായിച്ച 1:1. ശ്രീമാനായ ആദ്യം മുതൽ കണ്ട സാക്ഷികളും ശ്രീമാനായ തയോഫിലോസ് ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം നന്നായിട്ട് ചരിത്രം പഠിച്ചാ എഴുതിയേക്കുന്നത്. ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിങ്ങൾ ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്ത എങ്ങനെ നിങ്ങൾക്ക് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത്. ക്രമമായിട്ട് എഴുതി. പിന്നെ നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് ക്രമമായിട്ട് എഴുതി, സൂക്ഷ്മമായി പരിശോധിച്ചു, ആദ്യം മുതൽ എഴുതി, ചരിത്രം പഠിച്ചെഴുതി. അതുകൊണ്ടാണ് ക്രിസ്തുയേശുവിന്റെ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിൽ പേർവഴി ചാർത്തുമ്പോൾ അന്നത്തെ ഗവർണർ, നാടുവാഴികൾ, നാട്ടുരാജാവ് ആരാന്ന് തെളിയിച്ചാച്ച. കാരണം തർക്കം വരരുത്. 3:1 വായിച്ചേ മോളെ. ലൂക്കോസ് 3:1 പെട്ടെന്ന്. തിബെരിയോസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പിലാത്തോസ് കൂടിയ നാട് പാടുമ്പോൾ ഹെരോദാവ് ഗലീലയിലെ സഹോദരനായ ഫിലിപ്പോസ് ഉള്ളതാട്ടെ. എന്നാലും വായിച്ചു തരുന്നില്ല. ദൈവം മോടെ പേരെന്നാ? അത് ഈ പേരും ഒക്കെ ഞാൻ നോക്കുന്നുണ്ട്.
തിബിരിയോസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദി നാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിൽ ഇവന്റെ സഹോദരനാകുന്ന ഫിലിപ്പോസ് ഈ ദൂര്യത്രക്ക് വന്നിട്ട് ഈ ദേശങ്ങൾ അത് ഞാൻ പറയാം. അടുത്തത് മോള് വായിര്. ലുസന്യാസ് ലൂസാന്യാസ് അബീനയിൽ ഇടപ്രഭുക്കന്മാരായി ഹന്നാവും ഹന്നാവും കയ്യപ്പാവും മഹാപുരോഹിതന്മാരും ആ. ഇരിക്കും കാലം ഇരിക്കും കാലം തെളിയിച്ചു. കാലം ചരിത്രം തർക്കമൊന്നും വരരുത്. അപ്പൊ ലൂക്കോസ് ചരിത്രം നന്നായിട്ട് പഠിച്ച ആളായതുകൊണ്ട് എല്ലാം ഓർഡറിലായി കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ ചൂടുവെള്ളം ഒന്നും വേണ്ട, നമ്മളത് നാളെ തന്നാ മതി. ഇവിടെ വന്നിരിക്കാൻ രണ്ടുപേരോട് അവിടെ ഇരുന്ന് നാണം വന്നപ്പോ നേരം വെള്ളത്തെന്ന് പറഞ്ഞ പോലെ മതി. ഇനിയിപ്പോ അങ്ങോട്ട് ചെന്ന് വെള്ളം കുടിക്കാൻ പോവാന്നല്ലോ. അപ്പൊ ശ്രദ്ധിച്ചേ, ചരിത്രം നന്നായി പഠിച്ചാ ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. ആരും തർക്കിക്കണ്ട. തർക്കിച്ചാൽ ജയിക്കത്തില്ല, കാരണം കൃത്യത്തിനാണ്. പുള്ളി ഡോക്ടറല്ലേ. അപ്പൊ ലൂക്കോസും മത്തായിയും ക്രിസ്തുവേശുവിന്റെ തിരുപ്പിറവി രേഖപ്പെടുത്തി. മത്തായി അങ്ങനല്ലേ മോളെ? അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി വായിര്. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയും അവന്റെ സഹോദരന്മാരെ ജനിപ്പിച്ചു, യഹൂദ താമാറിൽ പാരിസിനെയും സേരകനെയും ജനിപ്പിച്ചു, പാരസ് ഹെസ്രോനെ വായിച്ചേ. ഹെസ്രോനെ ജനിപ്പിച്ചു. പുള്ളിയോട് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നില്ല, പതുക്കെ വായിച്ചേ. ഹെസ്രോൻ അരാമിനെ ജനിപ്പിച്ചു, അരാമിനെ ജനിപ്പിച്ചു, അരാമിനെ ജനിപ്പിച്ചു, നഗജോനെ ജനിപ്പിച്ചു, നഗജോൻ ശൽമോനെ ജനിപ്പിച്ചു, ശൽമോൻ ഗോബസിനെ ജനിപ്പിച്ചു, ഗോബസ് ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഇശ്ശായിയെ ജനിപ്പിച്ചു, ഇശ്ശായി ജനിപ്പിച്ചു, ഊരിയാവിന്റെ അവിടെ പേര് പറഞ്ഞില്ല, അത് അവിടെ പറയാൻ കൊള്ളുകയല്ല. ജനിപ്പിച്ചോട്ടെ, പക്ഷെ അവിടെ പേര് പറഞ്ഞിട്ടില്ല. അതെന്നെ പേര് പറയാന് വേറെ വിഷയമാണ്. പേര് പറഞ്ഞിട്ടില്ലല്ലോ. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇവിടെ എല്ലാം വേറെ ചില സ്ത്രീകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. രാഘാവിന്റെ പേര് പറഞ്ഞു, ഇല്ലേ? രാഘാവിന്റെ പേര് പറഞ്ഞു. പിന്നെ ആരുടെ പേര് പറഞ്ഞു? രൂത്തിന്റെ പേരും പറഞ്ഞു. പിന്നെ ആരുടെ പേര് പറഞ്ഞു? അതവിടെ നിൽക്കട്ടെ, വേറൊരു സഹോദരിയുണ്ട്. കലോമനെ പെണ്ണാക്കുകയാണ്. നാളെ പറഞ്ഞാൽ മതി. ഇപ്പൊ ഇനി പറഞ്ഞോണ്ടിരിക്കാൻ നേരമില്ല. അദ്ദേഹം പറഞ്ഞു താമാറ് 38. അപ്പൊ താമാറിന്റെ പേര് പറഞ്ഞു, രാഘാവിന്റെ പേര് പറഞ്ഞു, രൂത്തിന്റെ പേര് പറഞ്ഞു. മറിയ തന്നെ ആണല്ലോ പിടിച്ചേക്കുന്നത്. മറിയയുടെ ആളാന്ന്. ദൈവത്തിന്റെ മഹത്വം. അതെ, അത് വേറെ വിഷയമാണ്, അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ മത്തായി സുവിശേഷത്തിൽ ക്രിസ്തുയേശുവിന്റെ ജനനത്തെ പറ്റി പറഞ്ഞു വന്നേച്ച് 16-ാം വാക്യം വായിച്ചേ മോളെ. യാക്കോബ് മറിയയുടെ ഭർത്താവായ. മറിയ വന്ന് കേട്ടോ, മുഞ്ഞ് സമാധാനപ്പെടും. കുറച്ചു നേരമായിട്ട് മറിയ എന്ന് പറഞ്ഞിരിക്കുക. വായിച്ചോ മോളെ. യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു. അടുത്തത്, അവളിൽ നിന്ന് ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചു. ജനിപ്പിച്ചതല്ല, ജനിച്ചു. എന്നിട്ട് കർത്താവിന്റെ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിൽ അവന് സ്വത്രം ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. 6-ാം മാസത്തിൽ ഗബ്രിയേൽ മാലാഖ വന്നത്. വായിര്. ഇല്ലേ? ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ക്രിസ്തുയേശുവിന്റെ തിരുപ്പിറവി മത്തായി സൂചിപ്പിക്കുന്നുണ്ട്. ഒത്തിരി വിശദമല്ലെങ്കിലും സൂചന തന്നു. ലൂക്കോസ് നന്നായിട്ട് ആ കാര്യം വിസ്തരിച്ചെഴുതി.
എല്ലാം എടുപ്പിക്കുന്നില്ല. അപ്പോൾ രണ്ട് സുവിശേഷകന്മാർ ക്രിസ്തുവേശുവിന്റെ തിരുപ്പിറവി രേഖപ്പെടുത്തി. എന്നാൽ രണ്ട് സുവിശേഷകന്മാർ ഇത് രേഖപ്പെടുത്തിയിട്ടില്ല. ആരാ? യോഹന്നാനും മർക്കോസും. മർക്കോസ് ക്രിസ്തുവിനെ ദാസനായിട്ട് വെളിപ്പെടുത്തിയിരിക്കുക. ദാസന്റെ ജനനം ഒന്നും ഇപ്പൊ ആർക്കും കേൾക്കാൻ വലിയ ചിത്രനാളിന്റെ ജനനം കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യം വരും. നമ്മുടെ ജനനം കേൾക്കാൻ വലിയവർക്ക്, നമ്മുടെ വീട്ടുകാർക്ക് തന്നെ വലിയ വേറെ വല്ല കാര്യമൊക്കെ. അടിമയുടെ ജനന വസ്തുത കേൾക്കാൻ ആർക്കും താല്പര്യമില്ല. പക്ഷെ ഉടമയുടെ ജനനം കേൾക്കാൻ താല്പര്യമാണ്. ദാസനായിട്ട് ചിത്രീകരിച്ചത് കൊണ്ട് ആ ജനനത്തെ പറ്റി ഒന്നും യോഹന്നാൻ ജനനത്തെ പറ്റി ഒന്നും കൊടുത്തില്ല. കാരണം ദൈവമാണെന്ന് തെളിയിക്കുക. എന്റെ വിഷയം അതല്ല. 4 സുവിശേഷകന്മാരിൽ 2 പേര് മാത്രമേ അവിടുത്തെ തിരുജനനത്തെ പറ്റി പ്രസ്താവിച്ചു. പക്ഷേ തിരുമരണത്തെ പറ്റി 4 പേരും പ്രസ്താവിച്ചു. ഈ മരണം വിശേഷപ്പെട്ട മരണമാണ്. എത്ര അധ്യായത്തിൽ ആ മരണത്തെ പറ്റി വിസ്തരിച്ചേക്കുന്നത്? ജനനത്തെ പറ്റി 1-2 അധ്യായത്തിലേ ഉള്ളൂ ബൈബിളിൽ. പക്ഷെ തിരുമരണത്തെ പറ്റി മൊത്തം പഠിച്ചേ. 22 സങ്കീർത്തനം അത് തന്നെയല്ലേ? യെശയ്യാ 53 അതല്ലേ? 2:12 അങ്ങനല്ലേ? ഓരോരോ മശിക സങ്കീർത്തനം എടുത്തേ. ഉൽപ്പത്തി പുസ്തകം മുതൽ തുടങ്ങിക്കോ ഒരു കുഞ്ഞാട് ഇറക്കപ്പെട്ടില്ലേ? വെളിപ്പാട് ലോകസ്ഥാപനം മുതൽ യോഹന്നാന്റെ സുവിശേഷം മൊത്തം കഷ്ടാനുഭവങ്ങളും അതിനോട് ബന്ധപ്പെട്ട ഏതാണ്ട് ചുരുങ്ങിയ ദിവസത്തെ ചരിത്രമാണ്. 21 അധ്യായം. ജനനമൊന്നുമില്ല. മരണം വിലയേറിയ മരണമാണ്. ദൈവത്തിന് മഹത്വം. 4 സുവിശേഷകന്മാരും തിരുമരണത്തെ വിസ്തരിച്ചെഴുതിയിരിക്കുക. യോഹന്നാനാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടാണ് എഴുതിയേക്കുന്നത്. കാരണം എല്ലാരും പോയിട്ടും യോഹന്നാൻ പോയില്ലല്ലോ, കൂടെ നിൽക്കുകയല്ലേ. പിടിച്ചോണ്ട് മഹാപുരോഹിതന്റെ വീടിന് അവിടെ കൊണ്ടുപോയപ്പോൾ യോഹന്നാൻ അകത്ത് കയറി. പത്രോസ് ചെന്നെങ്കിലും കയറാനൊത്തില്ല, പരുവക്കേടായി. അപ്പൊ പിന്നെ യോഹന്നാൻ പറഞ്ഞ് നമ്മുടെ ആളെ അങ്ങോട്ട് കയറ്റി വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ കയറി ചെന്നപ്പോഴാ തീ കാഞ്ഞപ്പോ പുള്ളിയും കയറി തീ കാഞ്ഞു. പുള്ളി കൂടുതൽ ഷുഗർ ഉണ്ടെന്നാ തോന്നുന്നത്. ഈ ഉറക്കം നമ്മൾ ചെല്ലിക്കാല് ഉറങ്ങുകയാണ്. ഷുഗർ ഉണ്ട്, അമ്മ ഉറങ്ങുകയാണ്. ഷുഗറാ ഇതൊന്ന് പീറ്ററിന് ഷുഗർ ആണോ എന്നൊരു അതില് ഉറങ്ങിപ്പോയപ്പം ആയിരിക്കാം ഉറക്കക്കാരനാ. ഈ കാത്തങ്ങാണ്ട് കൈ മുട്ടുക കണ്ടിട്ട് സ്തോത്രം. അതാണ് നിന്റെ ഉച്ചാരണം കേട്ടിട്ട് നമ്മൾ എന്നെ പറഞ്ഞാലും സ്തോത്രമല്ലേ പറയാനേ? ഇല്ലേ? തല്ലാൻ പോയാലും സ്തോത്രം സ്തോത്രം. ഉറങ്ങിയപ്പോൾ എങ്ങാണ്ട് തീ വല്ലതും മുട്ടി കാണുമായിരിക്കും. അത് സ്തോത്രം. നിന്റെ ഉച്ചാരണം കേട്ടിട്ട് നീയും ഒന്നാരാ പുള്ളി രാഗി. അയ്യോ, അതിനെ തള്ളി പറഞ്ഞ പത്രോസതിരാവിലെ സമയേ പരനെ തള്ളി പറഞ്ഞ പത്രോസതിരാവിലെ സമയേ പെരുത്ത ദുഃഖം നിറഞ്ഞു പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. പെരുത്ത ദുഃഖം നിറഞ്ഞു പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കുക, അവിടുത്തെ തിരുമരണം 4 പേരും പ്രസ്താവിച്ചു. യോഹന്നാൻ ചില മണിക്കൂറുകൾ നടന്ന 6-7 മണിക്കൂർ നടന്ന 6-7 അല്ല, ചില മണിക്കൂറുടെ സംഭവം അക്കമിട്ടാ നിർത്തിയിരിക്കുന്നത്. ഇതുപോലെ ആരുടെ മരണത്തെ പറ്റിയാ പ്രസ്താവിച്ചേക്കുന്നത്? പണ്ട് 2 പേര് കൂട്ടുകാരാ ഒരു വീട്ടിൽ ചെന്നപ്പം വീട്ടുകാര് അവരുടെ മാന്യത അനുസരിച്ച് നല്ല ബ്രൂ കോഫിയും അലുവായും കേക്കും പൂവമ്പഴവും തത്തുല്യമായ
സാധനമെല്ലാം ടേബിളിൽ വെച്ചിട്ട് പറഞ്ഞു കഴിച്ചാട്ട്. അപ്പം രണ്ടുപേരും കഴിക്കാൻ തുടങ്ങി. സ്തോത്രം ചെയ്തു, എടുത്തു. മറ്റവനും എടുത്തു അലുവ, നല്ല അലുവ. അപ്പം ആദ്യം എടുത്തവൻ അലുവായി കടിച്ചു വെച്ച്. അപ്പം മറ്റവനും എടുത്ത് കടിക്കാലിങ്ങനെ വെച്ചു. എടാ ജോർജ് കുട്ടി, നിന്റെ അമ്മ എങ്ങനാടാ മരിച്ചേ? ഇവൻ അലുവ കടിച്ചോണ്ടായിരുന്നു. അവൻ എടുത്ത അലുവ അവിടെ വെച്ചു. എന്റെ തങ്കച്ച, എന്റെ അമ്മ ഇവൻ കണ്ണുനീരോട് അമ്മ മരിച്ച കാര്യമെല്ലാം പറഞ്ഞ് അസുഖമായതും കിടന്നതും ആശുപത്രി. അപ്പം മറ്റവനത് മുഴുവൻ തീർത്തുകൊണ്ടിരിക്കുക. അവനെ കഴിച്ചിട്ട് അമ്മ മരിച്ച സങ്കടം ഇടയ്ക്കിടയ്ക്ക് കണ്ണ് തിരുമ്പുകയും. അമ്മ അങ്ങനെ മരിച്ചു, നോക്കിയപ്പോ ഒന്നുമില്ല. അപ്പം ഇവന് മനസ്സിലായി, ഇവൻ നമ്മളെ ആക്കിയതാണെന്ന്. ഒന്നും വേണ്ടിയില്ല. വേറൊരു ദിവസം ഇതുപോലൊരു വീട്ടിൽ ചെന്നപ്പോ അവര് ഇവർക്ക് ഇതുപോലെ കൊണ്ടുവച്ചു. അപ്പൊ ഇവന് ഓർമ്മ വന്നു. അപ്പം രണ്ടുപേര് ഇതുപോലെ ഓരോ സാധനം എടുത്തോണ്ട് ഇവൻ അങ്ങോട്ട് ചോദിച്ചു, എടാ നിന്റെ അമ്മ എങ്ങനെയാടാ മരിച്ചത്? ഓ ഉരുണ്ട് വീണ് എത്തടാ, നീ അലുവാങ്ങി തരാൻ. ഒറ്റ വാക്കുകൊണ്ട് അവൻ പറഞ്ഞു, ഓ അതള്ള ഉരുണ്ട് വീണിയാത്ത്, നീ ആദ്യം. അല്ല, ഇവിടുത്തെ എല്ലാ മരണവും കൂടി വന്ന ഒന്നോ രണ്ടോ വാക്ക് അല്പം പറഞ്ഞങ്ങ് നിർത്തുക. പക്ഷെ യേശുക്രിസ്തുവിന്റെ മരണം അടുക്കടുക്കായിട്ടാ പറഞ്ഞിരിക്കുന്നത്. വിശേഷിച്ച് ചില മണിക്കൂറുകൾ നടന്ന സംഭവങ്ങൾ യോഹന്നാൻ കണ്ടേക്കല്ലേ, കണ്ടതുകൊണ്ട് എത്ര ക്ലിയർ ആയിട്ടാ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. ഇതുപോലൊരു മരണം വേറെ ഇല്ല, ഇതുപോലൊരു മരണം നടന്നിട്ടില്ല, ഇതുപോലൊരു മരണം ആർക്കും ഒക്കത്തുമില്ല. എന്തിനാ യേശു മരിച്ചത്? എന്നെയും നിന്നെയും രക്ഷിപ്പാൻ, എന്റെയും നിന്നെയും പാപമോചിക്കാൻ, എന്നെയും നിന്നെയും വീണ്ടെടുക്കുവാൻ, എന്റെയും നിന്നെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ, എന്നെയും നിന്നെയും രക്ഷിപ്പാൻ, നിന്റെ പാപങ്ങളും ശാപങ്ങളും മാറ്റുവാൻ. ഇന്ന് രാത്രി ആ തിരുമരണം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സമയം എന്തുവായി? ഇന്നങ്ങ് നിർത്താം, മതി. ബാക്കി നാളെ ഇച്ചിരി നേരത്തെ ഞാനിവിടെ ഉണ്ടല്ലോ. കർത്താവിനെ വെച്ച് നേരത്തെ തരികയാണെങ്കിൽ പറയേണ്ട കാര്യമെല്ലാം പറഞ്ഞ് എനിക്ക് നേരത്തെ പോകാം. ഇന്ന് രാത്രി എല്ലാവരും ആ തിരുമരണത്തിൽ വന്ന് ധ്യാനിച്ച്, യേശുവേ അവിടുന്ന് മരിച്ചതിനാല് സ്തോത്രം, യേശുവേ അവിടുന്ന് എനിക്ക് വേണ്ടി ജീവനെ തന്നതിനാല് സ്തോത്രം, യേശുവേ അവിടുന്ന് എനിക്ക് വേണ്ടി രക്തം ചീന്തിയതിനായി സ്തോത്രം, അവിടുന്ന് എന്നെ രക്ഷിച്ചതിനാല് സ്തോത്രം. സ്നേഹിത സുഹൃത്തെ, എന്നെ കേൾക്കുന്ന മാന്യ സഹോദര സഹോദരി, നിനക്ക് വേണ്ടിയാ യേശു മരിച്ചത്, നിന്നെ രക്ഷിക്കാനാ യേശു മരിച്ചത്. അവിടുന്ന് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ആ യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്നെ രക്ഷിക്കും, യേശു നിന്നെ വിടുവിക്കും. ഇന്ന് രാത്രി കർത്താവിന്റെ ആ തിരുമരണം ഓർത്ത് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഒരു പഴയ പാട്ടിന്റെ 2 ചരണങ്ങള് ഒന്ന് പാടാം. അറിയാവുന്നവര് ചേർന്ന് പാടണം. കർത്താവിന്റെ ദാസി മുമ്പേ പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ ഒക്കുന്നില്ലെന്ന്. പിച്ച് ഞാൻ ഈ ഉറക്കെ പറയുന്നത് കൊണ്ട് ചിലപ്പോ മേളിലാ പിടിക്കുന്നതിന്. എന്നാലും അപ്പച്ചന്റെ അപ്പുറമൊന്നും ഞാൻ വരില്ല. അയ്യോ അതെന്തോ ഇവിടുന്നവായിരുന്നു, അപ്പച്ചന്റെ കൂടെ പാടിയിട്ടുള്ളതല്ലേ. ചന്തം ചിന്തും തിരുമേനിയൻ പേർക്കായി, ചന്തം ചിന്തും തിരുമേനിയൻ പേർക്കായി, സ്വന്തമായ എല്ലാത്തെയും വെടിഞ്ഞ്, സ്വന്തമായ എല്ലാത്തെയും വെടിഞ്ഞ്, ബന്ധമില്ല ഓർത്ത്, ബന്ധമില്ല ഓർത്ത് വീണ്ടെടുത്തു എന്നെയും വീണ്ടെടുത്തു എന്നെയും ആശ്ചര്യമേ ആശ്ചര്യമേ ചേർന്ന് കൃപയേ 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 ഓ കൃപയേ 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 കൃപയേ
ഓ ചിന്തിയല്ലോ സ്വന്തരെ തമേനിക്കാം ഓ ചിന്തിയല്ലോ സ്വന്തരെ തമേനിക്കാം കാൽകരങ്ങൾ തിരുപ്പാടികളാലെ ചേർത്തടിച്ചു മരനെ മര കുരിശിൽ ചേർത്തടിച്ചു കുരിശിൽ ഭൂമിക്കിഴക്കുന്നു സ്വരൂപം ഭൂമിക്കിഴക്കുന്നു സ്വരൂപം ഭായനിക്കായി മരിച്ചു 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 ഭായനിക്കായി മരിച്ചു 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 ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാം ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാം കൃപയേ 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 ഓ കൃപയേ 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 കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇതുവരെയും കേട്ടിരുന്ന എല്ലാ ബഹുമാനരായ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അവിടെ നിന്ന് അനുവദിച്ചാൽ നാളെയും നമുക്ക് നേരത്തെ കൂടി ഏറെ സമയം വചനം ധ്യാനിപ്പാൻ അവസരം ദൈവം തരട്ടെ. നിങ്ങൾ എളിയവനെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു. ദൈവത്തിന്റെ വലിയ കൃപ കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇന്ന് വരെ നിൽക്കുന്നത്. ദൈവദാസ ആദരണീയ ബഹുമാന്യ കർത്തൃദാസന്മാരുടെയൊക്കെ പ്രാർത്ഥന